ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PKD ഫോറം. എല്ലാവരും ആൻഡ്രോയിഡ് മൊബൈലുകൾ ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പം ആൻഡ്രോയിഡ് മൊബൈലിൽ തന്നെ കുറേ ഹൈഡൻ ഫീച്ചേഴ്സുകളുണ്ട്. അത് നമ്മൾ മിക്കവർക്കും അറിയാത്ത കുറേ ഫീച്ചേഴ്സുണ്ട്. അതെന്തൊക്കെയാണെന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളിപ്പോൾ ഗൂഗിളിലോ അല്ലെ ഗൂഗിൾ ക്രോമിലോ കുറച്ച് കാര്യം സെർച്ച് ചെയ്യുക. ആ സെർച്ച് ചെയ്യുന്ന ഡീറ്റെയിൽസ് നമുക്ക് വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഈസി ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ട്രിക്കാണ്. അതിനുവേണ്ടി നമ്മൾ സ്പ്ലിറ്റ് സ്ക്രീൻ ആപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മളിങ്ങനെ ഫോണിങ്ങനെ മേലോട്ടാക്കുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ഓപ്ഷൻ കിട്ടും, സ്പ്ലിറ്റ് സ്ക്രീൻ ആപ്പ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് വാട്സപ്പിലാണ് ഷെയർ ചെയ്യേണ്ടതെങ്കിൽ വാട്സപ്പ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഗൂഗിൾ ക്രോം മേലെയും ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഗൂഗിൾ ക്രോം മേലെയും താഴെ വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് എന്ന് സെലക്ട് ചെയ്യുക. ഇപ്പം ഞാൻ വാട്സപ്പിലാണ് കാണിച്ചിരുന്നത്. വാട്സപ്പ് എടുക്കുക. എന്നിട്ട് നമുക്ക് ആർക്കാണോ ഷെയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ കോൺടാക്റ്റ് എടുത്തിട്ട് മേലെ നമ്മൾ ആ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന അതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് സെൻഡ് ചെയ്യുക. അപ്പോൾ ഇത്ര ഈസി ആയിട്ടുള്ളൊരു ട്രിക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളിനി അതിനുവേണ്ടി ബുദ്ധിമുട്ടി പോയി പേസ്റ്റ് ചെയ്ത് കോപ്പി ചെയ്ത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈസി ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ട്രിക്കാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് പറയാൻ പോകുന്ന ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫോണിൽ യൂട്യൂബ് ഉണ്ട്, ടെലിഗ്രാം ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് വീഡിയോ ഡൗൺലോഡ് ചെയ്യണം. പക്ഷേ നിങ്ങൾക്കാണെങ്കിൽ താല്പര്യമില്ല, ഒരു സൈറ്റിൽ പോയിട്ട് ലിങ്ക് കൊടുത്ത് ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വഴി വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈസി ആയിട്ടുള്ളൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. യൂട്യൂബിൽ പോവുക. എന്നിട്ട് നമുക്ക് ഏത് വീഡിയോ ആണോ ഡൗൺലോഡ് ചെയ്യേണ്ടത് ആ വീഡിയോ എടുക്കുക. ആ വീഡിയോ എടുത്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്ത് ഈ ഷെയർ എന്നൊരു ഓപ്ഷനുണ്ട്. ഷെയർ എന്ന ഓപ്ഷനിൽ പോയിട്ട് കോപ്പി ലിങ്ക് എന്നൊരു ഓപ്ഷനുണ്ട്. അതിൽ പോയിട്ട് ലിങ്ക് കോപ്പി ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ടെലിഗ്രാമാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അതിനുശേഷം ടെലിഗ്രാം ഓപ്പൺ ചെയ്തിട്ട് ഡയറക്റ്റ് ലിങ്ക് കോപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് പോലെ ഉണ്ട്. അതിനകത്ത് നമുക്ക് ചാറ്റ് ചെയ്താൽ നമുക്ക് ഏത് വീഡിയോ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനാണത്. അതിനകത്ത് പോവുക, അത് പ്രസ് ചെയ്യുക. നമ്മളിപ്പം ടെലിഗ്രാമിനകത്ത് മൂവിയൊക്കെ ചോദിക്കത്തില്ലേ, അതുപോലത്തെ ഒരു സാധനം തന്നെയാണ് ഇത്. അതിൽ പ്രസ് ചെയ്തിട്ട് നമ്മുടെ ലിങ്ക് നമ്മളവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് വേണ്ട ആ വീഡിയോ വന്നിട്ടുണ്ടാവും. ആ വീഡിയോ വന്നിട്ട് അതിനകത്ത് തന്നെ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്യുന്ന സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത്ര ഈസിയാണ്, സിമ്പിളാണ്. വേറൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫോണിനകത്തുള്ള ആപ്പുകൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ടുള്ള ടിപ്സാണ്. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നെക്സ്റ്റ് ട്രിക്ക് എന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും ഫോണിനകത്ത് ഗൂഗിൾ ക്രോം യൂസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. അപ്പോൾ ഈ ഗൂഗിൾ ക്രോമിനകത്ത് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുമ്പം ഭയങ്കര ടഫായിട്ട് ചില സമയത്ത് ലോഡ് ആവത്തില്ല, ഫുള്ളായിട്ട് കറക്റ്റായിട്ട് ലേറ്റ് ആവും, അതിന് സ്മൂത്തായിട്ടുള്ള ബ്രൗസിങ് ഉണ്ടാവില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിനകത്ത് chrome.//flags എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം. എന്നിട്ട് സെർച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ മേലെ. അവിടെ നമ്മൾ ബാക്ക് ഫോർവേഡ് എന്നൊരു ഓപ്ഷനാണ് അടിച്ചു കൊടുക്കേണ്ടത്. അടിച്ചു കൊടുത്തിട്ട് സെർച്ച് ചെയ്യുക. എന്നിട്ട് നോക്കുമ്പം അത് ഡിസേബിൾ ആയിട്ടായിരിക്കും മിക്കവരുടെയും കിടക്കുക. അത് നമ്മൾ എനേബിൾ ചെയ്ത് വെക്കുക. എനേബിൾ ചെയ്തിട്ട് ഡൺ എന്ന് കൊടുത്തതിന് ശേഷം ബാക്കിലോട്ട് പോയിട്ട് വീണ്ടും ക്രോം തുറക്കുക. എന്നിട്ട് എന്തെങ്കിലും സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തന്നെ മനസ്സിലാവും, സ്മൂത്തായിട്ട് എല്ലാം പെട്ടെന്ന് വരുന്നതായിട്ടും അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പം മനസ്സിലാവും. ഈസി ആയിട്ടുള്ളൊരു ടിപ്സാണ്. നമുക്ക് കൂടുതൽ ബ്രൗസ് ചെയ്യുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് പറയാനുള്ള ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫോണിനകത്ത് കുറേ ആപ്പുകളുണ്ടാകും. അതിനകത്ത് ഏതൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് നമുക്ക് പെട്ടെന്ന് അറിയില്ല. നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി നോക്കിയാൽ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനകത്ത് സെറ്റിങ്സിൽ പോയിട്ട് നമ്മുടെ പ്രൊഫൈലിൽ പ്രസ് ചെയ്ത് നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് അപ്ഡേറ്റഡ് ആപ്സ് എന്നൊക്കെ എടുത്തിട്ട് അങ്ങനെ നമ്മൾ നോക്കണം. അപ്പം അതിന് ഒരു ഈസി ആയിട്ടുള്ളൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മൾ ഇപ്പോൾ ഒരു ഐക്കണിൽ പ്രസ് ചെയ്തു എന്ന് വെച്ചാൽ ആ അപ്ഡേറ്റഡ് സൈറ്റിലോട്ട് പോകുന്നത് പോലെയുള്ളൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അത് ഈസിയാണ്. നിങ്ങളുടെ ഫോൺ എടുക്കുക. ഫോണിനകത്ത്
പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിനകത്ത് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ കാണിക്കും. അതിനകത്ത് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിനകത്ത് അപ്ഡേറ്റഡ് ആപ്സ് എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ഓൾ എന്ന് പറഞ്ഞ് കുറേ അപ്ഡേറ്റ് ചെയ്യാനുള്ള ആപ്സുകൾ കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ അങ്ങനെ ബാക്കിലോട്ട് വരിക. ബാക്കിലോട്ട് വന്നിട്ട് പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോറിന് ആപ്പ് നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് ഇങ്ങനെ ഫോഴ്സ് ചെയ്തൊന്ന് ടാപ്പ് ചെയ്ത് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ അവിടെ ഒരു ഓപ്ഷൻ കാണും, എന്താണ് ഷോർട്ട് കട്ട് ഫോർ മൈ ആപ്സ് എന്ന് പറഞ്ഞിട്ട്. അത് പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു അവിടെ ഒരു ഐക്കൺ പുതിയതായിട്ട് ഷോർട്ട് കട്ടായിട്ട് അവിടെ ഫോമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടി അവിടെ പോയി സെറ്റിങ്സിൽ പോയി അത് പിടിച്ച് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഐക്കൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് ഏതൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ട ആപ്പുകൾ, നമുക്ക് ആവശ്യമുള്ള ആപ്പുകൾ ഏതൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യുക. നമ്മുടെ ഡേറ്റ അനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഈസി ആയിട്ടുള്ളൊരു വേ ആണ്. നമ്മൾ നമ്മുടെ ആപ്സൊക്കെ അപ്ഡേറ്റ് ചെയ്യും, പക്ഷേ പ്ലേ സ്റ്റോർ വേർഷൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്. അത് അപ്ഡേറ്റ് ചെയ്താലേ വേറെ ആപ്പുകളിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്ലേ സ്റ്റോർ വേർഷൻ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനാണോ ഉപയോഗിക്കുന്നത് അല്ലയോ എന്നറിയാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നമ്മുടെ പ്രൊഫൈലുണ്ടല്ലോ അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തിട്ട് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ എടുക്കുക. അതിനകത്ത് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് പ്രസ് ചെയ്തിട്ട് നമ്മൾ എബൌട്ട് എന്നൊരു ഇൻഫർമേഷൻ ഉണ്ട്, അതാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അത് പ്രസ് ചെയ്തിട്ട് താഴെ നമുക്ക് കാണാൻ പറ്റും ഗൂഗിൾ പ്ലേ സ്റ്റോർ വേർഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. അതിനകത്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ വരും. പഴയ വേർഷൻ ആണെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യണം. പുതിയ വേർഷനാണ് എങ്കിൽ അതിനകത്ത് ഓൾറെഡി നിങ്ങൾ അപ് ടു ഡേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് വരും ഇങ്ങനെ. അപ്പം അതാകുമ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല, സേഫാണ്. ഈ ടിപ്സുകൾ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ ബൈ.